ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. കീത്തുവിൻ്റെ 5th സ്കാനിങ് ആണെന്ന്. ഇന്ന് നമുക്ക് ജെൻഡർ ഏതാണെന്ന് അറിയാനുള്ള ഒരു സ്കാനിങ് ആണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്താണ് കീത്തുന് പറയാനുള്ളത്? കുട്ടി സഹകരിച്ചില്ലെങ്കിൽ ഇന്ന് അറിയാൻ പറ്റില്ല. കുട്ടിയുടെ പൊസിഷൻ പോലെ ഇരിക്കും, അറിയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇത് അറിയുന്നത് എങ്ങനെയായിരിക്കും? ഇത് ഒന്നുകിൽ എൻ്റെ അടുത്ത് പറയുമോ അല്ലെങ്കിൽ ലെറ്റർ ആയിട്ട് രണ്ട് രീതിയിൽ അറിയാൻ പറ്റും. ഒന്നുകിൽ എൻ്റെ അടുത്ത് പറയുമോ, അല്ലെന്നുണ്ടെങ്കിൽ ലെറ്റർ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റർ ആക്കി തരും. ഇങ്ങനത്തെ ഏതെങ്കിലും ഫ്രണ്ട്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ജെൻഡർ റിവ്യൂല് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ അറിയാൻ പറ്റും. നമുക്ക് ഏത് വേണം? നമുക്ക് തുറന്നു നോക്കണോ അല്ലെങ്കിൽ സെറ്റ് ചെയ്യണം? നമുക്ക് എന്തായാലും ഇത്ര വെയിറ്റ് ചെയ്തു. നമ്മൾ എന്തായാലും ഇത്ര വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജെൻഡർ റിവ്യൂല് നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാല്ലേ? അപ്പൊ അറിയുന്നതാണ് അതിന്റെ രസം അല്ലേ? എന്തോ എനിക്ക് അങ്ങനെ ഇപ്പൊ എനിക്ക് ഏകദേശം ഉറപ്പാണ് അത് ഗേളായിരിക്കും. കാരണം എൻ്റെ ഫാമിലി മൊത്തം ഇപ്പോൾ ഫസ്റ്റ് കുട്ടി ഗേളാണ്. പിന്നെ എൻ്റെ വർക്ക് ചെയ്തൊരു ആഫ്രിക്കയിലെ ഒരു വർക്ക് ചെയ്തൊരു വീടുണ്ട്. ആ ആള് കൈയൊക്കെ നോക്കി കറക്റ്റ് കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പൊ അവളും പറഞ്ഞിട്ടുണ്ട് ഗേളായിരിക്കും. പിന്നെ നമ്മുടെ ഒരു അങ്ങനെ പറഞ്ഞിട്ട് കറക്റ്റ് ആവുന്ന എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഗേളായിരിക്കും. എന്റെ ഹോമിലുള്ള എന്റെ കൊളീഗ്സ് എല്ലാം വയറ് കണ്ടിട്ട് ബോയാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട് ബോയായിരിക്കും. അപ്പോ അത് മാത്രമല്ല, ഞങ്ങള് ഒരു ഗേളിന് വേണ്ടിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. പേരാണെങ്കിലും എന്താണെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് ഗേളിന് വേണ്ടിയിട്ടാണ്. ഇനി ബോയ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പോഴായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. പിന്നെ എന്തായാലും നമുക്ക് അപ്പോയിൻമെൻറ്റിന് പോയിട്ട് വരാം. അപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ട്. എന്നിട്ട് കാണാം. ഹായ്, അത് നോക്കി വേറെ സംഭവം കാണിച്ചേട്ടാ. ഇപ്പം ആ പട്ടി അവിടെ ഇതാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരത് അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്യും. നോക്കിക്കോട്ടാ, കണ്ട അവർക്ക് അത്ര പാടില്ലാഞ്ഞിട്ട് പോലും അവർ അത് ക്ലിയർ ചെയ്തിട്ടേ അവിടെ നിന്ന് പോവുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു ഒരു എന്ത് നമ്മുടെ നാട്ടിലാണെങ്കിൽ രാവിലെ കൊണ്ടുപോകും. രാവിലെ എവിടെയും കൊണ്ടുപോയി കാര്യങ്ങൾക്ക് പോയി. കണ്ട അത്ര പാടില്ലാഞ്ഞിട്ട് പോലും അല്ലേ? വീൽ ചെയർ ഇരിക്കുന്നത് വീൽ ചെയറിൽ നിന്ന് ഇറങ്ങിയിട്ട് അത് ക്ലീൻ ചെയ്തത് കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ട് അവർ പോകുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ UK ഓരോരോ ഗുണങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഇതാണ് ഹോസ്പിറ്റല്. നമ്മളിപ്പോൾ ഹോസ്പിറ്റല് എവിടെയാണ്? മെറ്റേണിറ്റി വാർഡാണ്. ആ ഒരു വാർഡിലേക്കാണ് പോകുന്നത്. വാർഡല്ല, ഒരു സ്കാനിങ് സെന്ററിലേക്കാണ് പോകുന്നത്. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇതാണ് ഹോസ്പിറ്റൽ. ഇവിടെയാണ് സ്കാൻ ചെയ്ത ഫോട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ 5 പൗണ്ട് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കാൻ ചെയ്ത ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. നന്നായി. ഹലോ ഗൈസ്, സ്കാനിങ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളേ. ജെൻഡർ അറിയണോ വേണ്ടെന്ന് ചോദിച്ചാൽ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇപ്പം അറിയണ്ട, നമുക്കൊരിതൊരു നോട്ടിൽ എഴുതി തന്നാൽ മതി. നമ്മൾ ജെൻഡർ റിവീല് നടത്താനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നമ്മളൊരു ഫ്രണ്ടിനെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവൻ്റെ അടുത്തോ അവളുടെ അടുത്തോ ഒരു റിവ്യൂവിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഐഡിയയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറയും. നമ്മുടെ ഐഡിയയിലൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു റിവ്യൂവിൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പോൾ അറിയണമെങ്കിൽ അറിയാമായിരുന്നു. എന്നാലും നമുക്ക് ഇത്ര വെയിറ്റ് ചെയ്യാമെങ്കിൽ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമായിരുന്നല്ലോ, വെയിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂവിൽ ഒന്ന് കാണാം.